ഓണത്തിന് മുന്നേ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഓണപ്പായസങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനും അത് കഴിച്ചു നോക്കാനുമൊക്കെ ഞാൻ തുടങ്ങി കേട്ടോ. ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് ചക്ക വെച്ചിട്ട് നല്ല അടിപൊളി ഒരു പ്രഥമനാണ്. ചക്ക പ്രഥമൻ വളരെ ടേസ്റ്റിയാണ്. ഞാൻ ഈ കഴിക്കുന്നത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എത്രത്തോളം ആസ്വദിച്ചിട്ടാണ് അത് കഴിക്കുന്നതെന്ന്. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. ഒരു പാൻ വെക്കുക, അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിക്കുക. ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് കുറച്ചധികം തേങ്ങാക്കൊത്തൊക്കെ വേണം. അതൊക്കെ നമുക്കങ്ങ് വറുത്ത് മാറ്റാം കേട്ടോ. അപ്പോഴത്തേക്ക് ആ നെയ്യ് നമുക്ക് വേസ്റ്റായി പോകത്തില്ല. പിന്നെ അതേ പാനിലേക്ക് തന്നെ കുറച്ചും കൂടെ നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ചൗവരി ഇട്ട് കൊടുക്കാം. ആ ചൗവരിയും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെച്ചതിന് ശേഷം നമുക്കതിൽ ചക്ക ചേർത്ത് കൊടുക്കാം. ചക്ക ഞാനൊരു 1/2 കിലോയോളം ഉണ്ട് കേട്ടോ. ഇത് ചെറുതായിട്ട് അരിഞ്ഞ ചക്ക ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റിയെടുക്കാം. അത് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് വേറൊരു അടുപ്പിലോട്ട് ഒരു 300 ഗ്രാമോളം ശർക്കര ഞാൻ എടുക്കുന്നുണ്ട്. നമുക്ക് ഇത്രയും മധുരം നല്ല രീതിയിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപയോഗിച്ചാൽ മതി. അത് നന്നായിട്ട് അരിച്ച് വെച്ചിട്ടുണ്ട്. അങ്ങനെ നന്നായിട്ട് ഇത് വഴറ്റി വരുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് ഈ അരിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ശർക്കരയുടെ പാനി അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായി അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിലേക്ക് പിന്നെ നമ്മൾ അടുത്തതായി ചേർക്കുന്നത് 2ാം പാലാണ്. 2ാം പാലിൽ കിടന്ന് ഇത് കുറച്ചും കൂടെ നന്നായിട്ടൊന്ന് വേവട്ടെ. അങ്ങനെ വെന്ത് വരുമ്പോൾ ഇത് ഇത്രയും ലൂസ് അല്ല കേട്ടോ, നന്നായിട്ടൊന്ന് തിക്കാവുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ആ ചൗവരിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് അങ്ങോട്ട് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് 1ാം പാലെടുക്കാം. ആ 1ാം പാലിലേക്ക് നമുക്ക് 1-2 സ്പൂൺ ഏലക്കയുടെ പൊടിയും ചുക്കിൻ്റെ പൊടിയും ഉണ്ടെങ്കിൽ അതുമൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുക്കാം. 1ാം പാൽ ചേർത്താൽ പിന്നെ തിള വരേണ്ട കാര്യമില്ല. ഉടനെ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്യാം. അതിനുശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് വരട്ടി വെച്ചിരിക്കുന്ന ചക്ക കൊണ്ടും സെയിം ആയിട്ട് ചെയ്യാം കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.